ഇനി ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ സുഹൃത്തായ രതീഷ് ഒറ്റയ്ക്കെന്ന് പോലീസ്. ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന മൊഴി നുണയാണെന്നും പോലീസ് കണ്ടെത്തി. കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി അമ്മ രതീഷിന് കൈമാറുകയായിരുന്നു. പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അബോർഷൻ ചെയ്തെന്ന് കുഞ്ഞിന്റെ അമ്മ പറഞ്ഞെങ്കിലും രേഖകൾ നൽകാൻ തയ്യാറാകാത്തത് സംശയത്തിനിടയാക്കിയെന്ന് ആശാ വർക്കർ ത്രിപുരേശ്വരി 24-നോട് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ ആദ്യം തുടക്കമല്ലേ പറഞ്ഞതും മുഴുവൻ നുണയതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം മെമ്പറുമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇത് അബോർട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് കുഞ്ഞല്ല ആവശ്യം, എനിക്കൊരു ജോലിയാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ അബോർട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, ചേച്ചി ഞാൻ അബോർട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നാൽ എനിക്ക് ആ സമ്മറി വേണം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ സമ്മറി എനിക്ക് കിട്ടണം. എനിക്ക് ഹോസ്പിറ്റലിൽ ഹാജരാക്കേണ്ടതാണ്. എൻ്റെ മേഡത്തിനെയും എൻ്റെ സിസ്റ്റർമാരെയൊക്കെ എനിക്ക് അറിയിക്കണം എന്ന് പറഞ്ഞ് അതൊന്നുമില്ല എൻ്റെ കയ്യിൽ, ഞാൻ അതെല്ലാം കളഞ്ഞു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളത് കുഞ്ഞിൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ട്, അത് അറിവോടെ തന്നെയാണ് എന്നതാണോ വിവരം? അപ്പം ആശാ വർക്കർ കൂടുതലായി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ കേസിൻ്റെ തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? അനുജ, ഈ അമ്മ ആശയുടെ അറിവോട് കൂടിയാണോ എന്ന കാര്യം പോലീസ് നിലവിൽ സ്ഥിരീകരിക്കുന്നില്ല. ആശയുടെ മൊഴി മാത്രമാണ് ആശ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കൊലപാതകം നടത്തിയത് സുഹൃത്തായിട്ടുള്ള രതീഷ് ഒറ്റയ്ക്കാണ്. അമ്മ മാതാവായിട്ടുള്ള ആശയ്ക്ക് ഈ വിവരം അറിയില്ല എന്ന് ആശ പറയുമ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആശയുടെ മൊഴി ഇങ്ങനെയാണ്. അതായത് ഈ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു ബിഗ് ഷോപ്പറിലാക്കി സുഹൃത്ത് രതീഷിന് നൽകി. രതീഷ് അതൊരു തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ഒരാൾക്ക് ദത്ത് നൽകുന്നു എന്ന വിവരമാണ്, അങ്ങനെയാണ് തന്നെ ധരിപ്പിച്ചിരുന്നത്. പിന്നീടാണ് കൊല നടത്തേണ്ടി വന്നു, ആ അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഈ സുഹൃത്ത് പറഞ്ഞതായിട്ടാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് പുറത്ത് വിടുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട തെളിവുകൾ ഇതുവരെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്ന ഒരു ബിഗ് ഷോപ്പർ, ഒപ്പം തന്നെ കുഞ്ഞിനെ പൊതിഞ്ഞു കൊണ്ടുവന്ന തുണി, ഇതൊക്കെ തന്നെ സമീപത്തെ ഈ രതീഷ് താമസിക്കുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് 17-ാം വാർഡിന് സമീപത്തെ ഒരു വീടിന് സമീപത്തെ ഒരു പൊന്തക്കാട്ടിൽ നിന്നും പോലീസ് ഇന്നലെ രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഈ വിവരം ദൃശ്യമാധ്യമങ്ങളടക്കം വാർത്തയായ ഘട്ടത്തിലാണ് കുഴിച്ചു മൂടിയ നവജാത ശിശുവിൻ്റെ മൃതദേഹം ആ കുഴിയിൽ നിന്നും വീണ്ടും തിരിച്ചെടുത്ത് ഒരു ശുചിമുറിയിൽ, അവരുടെ വീടിൻ്റെ തന്നെ പിന്നിലെ ശുചിമുറിയിലേക്ക് മാറ്റിയത്. ശുചിമുറിയിൽ സൂക്ഷിച്ചത് തെളിവ് നശിപ്പിക്കാൻ, അത് ഈ മൃതദേഹം കത്തിച്ച് കളയാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ അതിന് മുൻപേ തന്നെ പോലീസ് ഇവരെ തേടിയെത്തി ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു എന്നതാണ് സംഭവിച്ചത്. ഈ കേസിന് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുക എന്നത് ഏറ്റവും നിർണായകമാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. വൈകിട്ടോടെ പ്രാഥമിക വിവരം പോസ്റ്റ്മോർട്ടമായി ബന്ധപ്പെട്ട് ലഭിക്കും. അതിലേറെ ഇന്ന് കസ്റ്റഡിയിൽ നിലവിൽ അറസ്റ്റിലുള്ള പ്രതികളെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവിടെ എത്തിക്കുമോ? പോലീസ് രാവിലെ അറിയിച്ചത് അവിടെ തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ്. പക്ഷേ ഇനി കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് കസ്റ്റഡി അപേക്ഷ കൊടുക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നതിന് ഒരു പത്രസമ്മേളനം കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അനുജ, ശരി. ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകം അത് അമ്മയുടെ സുഹൃത്ത് ഒറ്റയ്ക്കാണ് കൊലപ്പെടുത്തിയതെന്ന വിവരം, ഒപ്പം തന്നെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. പോലീസ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്യും ഇന്ന്.